നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സത്യത്തിൽ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു പ്രണയബന്ധമായിരുന്നു നിങ്ങളുടേത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തെറ്റുകുറ്റങ്ങളിലൂടെ ഈ വ്യക്തി പുതിയൊരു മനുഷ്യനാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും പോസിറ്റീവ് റിസൾട്ട് ലഭിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ അഹങ്കാരമായിരിക്കാം, അഹംഭാവമായിരിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സന്ദേശം. ഈ വ്യക്തിക്ക് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ഈ വ്യക്തിയെ ട്രിഗർ ചെയ്യുന്ന, അതായത് ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് ശക്തികൾ, അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങളായിരിക്കാം, ഒരുപാട് സാഹചര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയെ തേടി വന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലതരത്തിലും നിങ്ങളെ മാറ്റി നിർത്തി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലും നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. മാറ്റി നിർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവ് എനർജി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ കാര്യത്തെ കാര്യമായ രീതിയിൽ പരിപാലിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ആ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളുടെ അടുത്ത് നിന്നും എന്നേക്കുമായി അകന്നു നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ ആ ഒരു നിശ്ചിതമായ കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയത്, ഈ വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്യാതെ മിണ്ടാണ്ടിരുന്നത്, ഈ വ്യക്തി ദൂരേക്ക് മാറിപ്പോയത്, ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി വളരെയധികം പേടിച്ചു തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് റിസൾട്ട് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ മനോഹരമായി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങളെ മാറ്റി നിർത്താൻ ആവുകയില്ല എന്നും, നിങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നും, ഈ വ്യക്തിയുടെ ജീവിതം വെറും ശൂന്യമാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ തരത്തിലും ഉയർന്ന തരത്തിലേക്ക് നിന്നുകൊണ്ട് ഈ വ്യക്തി എല്ലാം നോക്കി കാണുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റുകുറ്റങ്ങൾ, തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പോരായ്മകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്താൻ സാധിച്ചു എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയി കാണാൻ കഴിയുന്നു. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കാര്യം മാത്രം. അത് ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായി തന്നെ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ദൂരേക്ക് നടന്ന് നീങ്ങണ്ട എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഭയാനകരമായിട്ടുള്ള ചിന്തകളാണ്. നിങ്ങൾ എങ്ങാനും ഒരു ദിവസം വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്.
ഈ വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോയിട്ട് അതൊന്ന് അനുഭവിക്കാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിക്ക് ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ചിന്താഗതിയുണ്ട്. ഈ വ്യക്തി എന്തൊക്കെയോ വലിയൊരു സംഭവമാണ്, ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അമിതമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാറുണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ഏർപ്പെടാറുണ്ട്. താനാണ് വലിയവൻ, അല്ലെങ്കിൽ തനിക്ക് എന്തും നേരിടാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തും പരിഹരിക്കാൻ പറ്റും, തന്നെ ഒന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി പല പ്രശ്നത്തിലും പോയി പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങളെയും അഹങ്കാരത്തോടെ തന്നെയാണ് ഈ വ്യക്തി കണ്ടിരുന്നത്. കാരണം നിങ്ങൾ കൂടെ ഇല്ലെങ്കിലും ഈ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കും, ഈ വ്യക്തി മുന്നോട്ട് പോകും, ആ ഒരു രീതി തന്നെയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു, ചില വീഴ്ചകളിലൂടെ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രമല്ലാതെ മറ്റാരുമായിട്ടും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ ദിനം പ്രതിയുള്ള, അല്ലെങ്കിൽ ദിനമായിട്ടുള്ള ദിനചര്യകൾ, ജീവിതത്തിൽ ഉടനീളമായി ചെയ്തു വന്നിരുന്നിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ജോലിക്ക് പോകുന്നതാകാം, സമ്പാദിക്കുന്നതാകാം, ആരോഗ്യസ്ഥിതിയാകാം, പ്രാർത്ഥനയാകാം, എല്ലാത്തിലും ഈ വ്യക്തി തടസ്സങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഈ വ്യക്തിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സാന്നിധ്യമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ വ്യക്തിക്ക് പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറുവാൻ വേണ്ടി ഈ വ്യക്തി ദൈവത്തെ പ്രാർത്ഥിക്കുന്നതായിട്ടും പലതരത്തിലുള്ള മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ താൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് പ്രായച്ചിത്തം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഈ വ്യക്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യവും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഒന്ന്, നിങ്ങളുമായിട്ടുള്ള പ്രണയം. രണ്ട്, സമാധാനം. ഇത് രണ്ടിനുമാണ് ഈ വ്യക്തി ഇപ്പോൾ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെ, പ്രണയബന്ധം പൂവണിയുന്നതോടുകൂടി ഈ വ്യക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുള്ളത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഈ വ്യക്തി പൂർവാധികം ശക്തിയോട് കൂടി ഉയർത്തെഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തക്കതായ കാരണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതിനുവേണ്ടി രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, സ്വയം തെറ്റുകൾ വിലയിരുത്തി മനസ്സിലാക്കുന്നുണ്ട്. ഇനി എങ്ങനെയെല്ലാം വളരെ മനോഹരമായിട്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും, അതുകൊണ്ട് എന്നോട് നീ ക്ഷമിക്കണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം കൂടെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും, അതുകൊണ്ട് എന്നോട് നീ ക്ഷമിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ, അല്ലെങ്കിൽ അത്തരം ഒരു ക്ഷമാപണം കൂടെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വായന കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം പൂവണിയട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് വരാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിവതും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഒരുപാട് തിരക്കുകളിൽ ഏർപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോസ് ചില സമയങ്ങളിൽ മുടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇനി ഒരുപാട് വായനകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും പ്രാർത്ഥനയും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.